ഗുഡ് മോർണിംഗ്. ബ്രില്യൻസ് അക്കാദമിയുടെ NAS സോഷ്യോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 20ാമത്തെ ചാപ്റ്റർ, സോഷ്യോളജിയുടെ 20ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സാമൂഹിക നിയന്ത്രണം. എന്താണ് സാമൂഹ്യ നിയന്ത്രണം അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ എന്നൊരു ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മളെല്ലാവരും മനുഷ്യൻ സമൂഹജീവിയാണ് അല്ലേ. സമൂഹത്തിലാണ് അവൻ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ സൊസൈറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ, മുതിർന്ന ആളുകളെ ബഹുമാനിക്കുന്നുണ്ട്. അതേപോലെ എന്തുണ്ട്, സമയനിഷ്ഠത അല്ലേ, കൃത്യത പാലിക്കുന്നുണ്ട് അല്ലേ. പിന്നെ നമുക്ക് പറയാം പാരൻസിനെ ബഹുമാനിക്കുന്നുണ്ട്. പിന്നെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സമൂഹം നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സമൂഹം നിയന്ത്രിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് സോഷ്യൽ കൺട്രോൾ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, സമൂഹം അതിലെ വ്യക്തികളെ അല്ലെങ്കിൽ വ്യക്തികളുടെ അംഗങ്ങളുടെ മേൽ എന്ത് ചെയ്യുന്നു, അവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ടൂളാണ് എന്ന് പറയുന്നത് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സമൂഹം അതിൻ്റെ വ്യക്തിഗത അംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് എന്ന് പറയുന്നത് സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ നമ്മൾ ആദ്യം ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, മീനിങ് ആൻഡ് നീഡ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ അല്ലേ. സോഷ്യൽ കൺട്രോൾ എന്താണ്? സോഷ്യൽ കൺട്രോൾ ഹെൽപ്സ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് coexistence among individuals by seeing to it that individuals are not allowed unrestricted freedom, which may lead to a kind of anarchy and disorder in the society. നെക്സ്റ്റ് നമുക്ക് പറയാം, ഒരു സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ ഒക്കെ സ്ഥിരത നിലനിർത്തുന്നത് എന്താണ്, സോഷ്യൽ കൺട്രോൾ ആണ് അല്ലേ. ഒരു സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെയോ ഒക്കെ സ്ഥിരത നിലനിർത്തുന്നത് എന്താണ്, സോഷ്യൽ കൺട്രോൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു ഘടകം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം വ്യക്തികളുടെയും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയും കൂട്ടായ സംരംഭത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റുള്ളൂ, സോഷ്യൽ കൺട്രോൾ അല്ലേ. സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ സാമൂഹിക നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കുള്ളൂ. നമ്മളെ വ്യക്തികളും സമൂഹവും അല്ലേ ഒരുമിച്ച് നിന്നുകൊണ്ട് കൂട്ടായ ഒരു സംരംഭത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഒരു സാമൂഹിക നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് സോഷ്യൽ കൺട്രോൾ എന്നുള്ള കാര്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, 2 ടൈപ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ. പ്രധാനമായിട്ടും 2 രീതിയിലുള്ള സോഷ്യൽ കൺട്രോൾ ആണുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 2 ടൈപ്സ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഏതൊക്കെയാണ് 2 തരത്തിലുള്ള സോഷ്യൽ കൺട്രോൾ എന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ, മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. ഫോർമൽ സോഷ്യൽ കൺട്രോൾ, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണം. ഫോർമൽ സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ ഔപചാരിക സാമൂഹ്യ നിയന്ത്രണം. ഈ 2 കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നോക്കിയാൽ ആദ്യത്തെയാണ് ഏത് എന്ന് പറയുന്നത്, ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. എന്താണ് ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ? Informal means of social control, these are mostly found in primary groups where the relationship are direct, close and intimate. എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പറയാം ബന്ധങ്ങൾ വളരെ നേരിട്ടുള്ളതും ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ, അതേപോലെ തന്നെ വളരെ അടുപ്പമുള്ള റിലേഷൻ അല്ലേ, ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ്, ഇതേപോലുള്ള പ്രാഥമിക ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്ന സോഷ്യൽ കൺട്രോൾ ആണ് ഏത് എന്ന് പറയുന്നത് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. അപ്പോൾ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ പ്രധാനമായിട്ട് എവിടെയാണ് കാണപ്പെടുന്നത്, പ്രൈമറി ഗ്രൂപ്പ് അല്ലേ. പ്രൈമറി ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താ, അവിടെ എങ്ങനെയായിരിക്കും ബന്ധങ്ങൾ എന്ന് പറയുന്നത്, ബന്ധങ്ങൾ വളരെ അടുപ്പമുള്ള ബന്ധങ്ങളായിരിക്കും അല്ലേ, റിലേഷന് വളരെ അടുപ്പമുള്ള റിലേഷൻ ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ്, ഫേസ് ടു ഫേസ് റിലേഷൻ ആയിരിക്കും ഉണ്ടാവുക അല്ലേ, ആളുകൾ തമ്മിൽ പരസ്പരം മുഖാമുഖ ബന്ധങ്ങളായിരിക്കും ഉണ്ടാവുക. ഇത്തരത്തിലുള്ള പ്രൈമറി ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്ന ഒരു സോഷ്യൽ കൺട്രോൾ ആണ് ഏത് എന്ന് പറയുന്നത് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിലൂടെ നമ്മൾ എങ്ങനെയാണ് സൊസൈറ്റിയെ അല്ലെങ്കിൽ വ്യക്തികളെ നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, പല രീതിയിൽ കൺട്രോൾ ചെയ്യാം. ആരൊക്കെയായിരിക്കും ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിലുള്ള എക്സാമ്പിളായിട്ട് നമുക്ക് എന്തിനൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫാമിലി ഒരു ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളാണ്. പിയർ ഗ്രൂപ്പ് അല്ലേ, നമ്മുടെ
സുഹൃത്ത് ബന്ധങ്ങൾ എന്താണ്, ഒരു ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളാണ് അല്ലേ. റിലീജിയൻ, നമ്മുടെ കസ്റ്റംസ് അല്ലേ, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ അല്ലേ, സംസ്കാരം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എന്താണ്, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിനുള്ള എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. നോക്കിയേ, പ്രധാനപ്പെട്ട ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിലൂടെ പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ, ഫാമിലി, മാരേജ്, റിലീജിയൻ ഒക്കെയാണ്. ഇപ്പം നോക്കിയേ, പ്രധാനമായിട്ടും ഫോക്ക് വേസ് അല്ലേ, ഫോക്ക് വേസ്, മോർസ്, കസ്റ്റംസ്, റിലീജിയൻ, ഇതൊക്കെ എന്തായിട്ട് പറയാം, പ്രധാനപ്പെട്ട നമ്മുടെ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളാണ്. അതിൽ ആദ്യത്തെയാണ് ഏത് എന്ന് പറയുന്നത്, ഫോക്ക് വേസ് അല്ലേ. ഫോക്ക് വേസ് എന്ന് പറഞ്ഞാൽ എന്താ, നാടോടി രീതികൾ അല്ലേ. എന്താ ഈ നാടോടി രീതികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പം നമുക്ക് പറയാം, അതിൽ പ്രധാനമായിട്ട് എന്തായിരിക്കും, ഓരോരുത്തർക്കും അല്ലെ അവരുടെ നാടോടികൾക്കാണെങ്കിൽ അവരുടെ വസ്ത്രധാരണ രീതിയിലും ഭക്ഷണ രീതിയിലും അല്ലെ അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ എന്തായിരിക്കും, ഓരോ പ്രത്യേകത ഉണ്ടായിരിക്കും അല്ലേ. ആ ഒരു പ്രത്യേകതയ്ക്ക് അനുസരിച്ചിട്ടാണ് അവരുടെ ജീവിത രീതി എന്ന് പറയുന്നത്. ആ ഒരു ജീവിത രീതി എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ കൺട്രോളിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിനെ അല്ലെങ്കിൽ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരുന്നുണ്ട്. ആദ്യത്തെ ഫോക്ക് വേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മോർസ്. എന്താ മോർസ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്, മെയിൻറ്റെയിനിങ് സോഷ്യൽ റെഗുലേഷൻ. മോർസ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണ്, മെയിൻറ്റെയിനിങ് സോഷ്യൽ റെഗുലേഷൻ. അപ്പം എന്താ മെയിൻറ്റെയിനിങ് സോഷ്യൽ റെഗുലേഷൻ? മോർസ് എന്ന് പറഞ്ഞാൽ അത് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയാണ് എന്തെന്ന് പറയുന്നത്, മോർസ് എന്ന് പറയുന്നത് അല്ലേ. ധാർമ്മികമായിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയാണിത്. സമൂഹത്തിനൊരു സാമൂഹിക ക്രമം കൊണ്ടുവരുന്നതിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മോർസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കസ്റ്റംസ്. അപ്പം മനുഷ്യ സമൂഹം അല്ലേ, കസ്റ്റം നമ്മൾ മുന്നേ പഠിച്ചത് അല്ലേ, ആചാരങ്ങൾ. അപ്പം നമ്മുടെ മനുഷ്യരുടെ സമൂഹം രൂപപ്പെടുത്തിയെടുക്കുന്നത് തന്നെ എന്താണ്, ആചാരങ്ങളാണ് അല്ലേ. മനുഷ്യരുടെ വിശ്വാസങ്ങൾ അല്ലേ, മനുഷ്യരുടെ അറിവുകൾ, അവരുടെ പെരുമാറ്റ രീതികൾ, ഇതൊക്കെ നമ്മൾ എന്തിൽ ഉൾപ്പെടുന്നുണ്ട്, കസ്റ്റംസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ കസ്റ്റംസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഈ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളാണ്. ഇത് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു തലമുറയിൽ നിന്നും എന്ത് ചെയ്യുന്നു, അടുത്ത തലമുറയിലേക്ക് സോഷ്യലൈസേഷനിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നാണ് ഏത് എന്ന് പറയുന്നത്, കസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം തന്നെ എന്താണ്, ഒരു ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളാണ്. ഇൻഫോർമലി അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് റിലീജിയൻ, മതം. മതം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ കൺട്രോളാണ്. ഏത് സോഷ്യൽ കൺട്രോളാണ്, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളാണ് അല്ലേ. എങ്ങനെയൊക്കെയായിരിക്കും മതം ഒരു ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, വ്യക്തികളെ നല്ലതും ചീത്തയുമായിട്ടുള്ള സങ്കല്പങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുന്നത് എന്താണ്, റിലീജിയൻ ആണ് അല്ലെങ്കിൽ മതമാണ് അല്ലേ. നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, മതപരമായ കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് വിവാഹം അല്ലേ, വിവാഹം മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ പെടുന്ന ഒന്നാണ്. പിന്നെ അതേപോലെ തന്നെ എന്താണ്, പിന്തുടർച്ച അവകാശ നിയമങ്ങൾ, ഇതൊക്കെ എന്തിൽ വരാം, മതങ്ങളിൽ വരാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്, മതമാണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കണം. അപ്പം ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. അപ്പം എന്താ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ മീൻ ചെയ്യുന്നത്, ക്ലിയർ ആയോ? ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ നമ്മൾ മീൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും പ്രൈമറി ഗ്രൂപ്പുകളിൽ വരുന്ന പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങൾ, അതാണ് എന്ത്, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതിൽ പെടുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, മതം, ആചാരങ്ങൾ, സംസ്കാരങ്ങൾ അല്ലേ, വിശ്വാസം, കുടുംബം, അയൽക്കാർ അല്ലേ, പിന്നെന്താണ്, പബ്ലിക് ഒപ്പീനിയൻ, പൊതുജന അഭിപ്രായം, ഇതൊക്കെ എന്നുള്ള എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്, ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിനുള്ള എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ. രണ്ടാമത്തെ സാമൂഹ്യ നിയന്ത്രണ രീതിയാണ് ഏത് എന്ന് പറയുന്നത്, ഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. എന്താ ഈ ഫോർമൽ സോഷ്യൽ കൺട്രോൾ കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്, ഫോർമലി നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക അല്ലേ. ആരായിരിക്കും നമ്മളെ ഫോർമലി കൺട്രോൾ ചെയ്യുന്നത്, പോലീസ് അല്ലേ, കോടതികൾ അല്ലേ, നിയമങ്ങൾ, ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഫോർമൽ സോഷ്യൽ കൺട്രോളിനുള്ള എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നോക്കിയേ, ലോ, എഡ്യൂക്കേഷൻ, സ്റ്റേറ്റ്, ഇതൊക്കെ എന്താണ്, ഫോർമൽ സോഷ്യൽ കൺട്രോളാണ്. ഇനി ഫസ്റ്റ് വൺ, ലോ എങ്ങനെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നിയമം. അപ്പം എന്താണ് ഈ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രത്തിലെ അല്ലേ, ഒരു രാഷ്ട്രത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ് ഏത് എന്ന് പറയുന്നത്, നിയമം അല്ലെങ്കിൽ ലോ എന്ന് പറയുന്നത്. നിയമവും അതിൻ്റെ ഏജൻസികളും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാമൂഹിക നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ട്. നിയമവും അതിൻ്റെ ഏജൻസികളും നമ്മുടെ സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഏത്, എഡ്യൂക്കേഷൻ.
സെക്കൻഡ് വൺ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? സോഷ്യൽ കൺട്രോളിന് വിദ്യാഭ്യാസം എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിൽ ഓരോ വ്യക്തിക്കും അത്യാവശ്യം വേണ്ട കാര്യമാണ് ഏത് എന്ന് പറയുന്നത്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലേ. വിദ്യാഭ്യാസം കുട്ടികളെ എന്ത് ചെയ്യുന്നു? സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നുണ്ട്. എങ്ങനെയാണ് വിദ്യാഭ്യാസം കുട്ടികളെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത്? സോഷ്യലൈസേഷൻ എന്ന പ്രക്രിയയിലേക്ക് അല്ലേ, സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹികവൽക്കരണം നടത്തുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് ഏത് എന്ന് പറയുന്നത്? ടീച്ചേഴ്സ് അല്ലെങ്കിൽ സ്കൂൾസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹികവൽക്കരണം നടത്തുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ്. ഈ സോഷ്യലൈസേഷൻ നമ്മളെ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഇൻഫോർമലി നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിൽ എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കണം. പിന്നെ അതേപോലെ തന്നെ എന്താണ്? എഡ്യൂക്കേഷനിലൂടെ ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാട് എന്താവുന്നുണ്ട്? മാറുന്നുണ്ട് അല്ലേ. അവരുടെ ചിന്താരീതിയിലും അവരുടെ മൂല്യങ്ങളിലും കാഴ്ചപ്പാടുകളിലും ഒക്കെ മാറ്റങ്ങൾ വരുന്നതോടൊപ്പം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കാൻ കൂടി എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ എഡ്യൂക്കേഷനിൽ നിങ്ങൾ ഓർത്ത് വെക്കണം. നെക്സ്റ്റ് വൺ സ്റ്റേറ്റ്. സ്റ്റേറ്റ് അല്ലെങ്കിൽ രാഷ്ട്രം എങ്ങനെയാണ് നമ്മളെ ഫോർമൽ സോഷ്യൽ കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹൈലൈറ്റ് ദ റോൾ ഓഫ് സ്റ്റേറ്റ് മെയിൻറ്റെയിനിങ് സോഷ്യൽ കൺട്രോൾ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ കൺട്രോളിൽ സ്റ്റേറ്റിൻ്റെ റോൾ എന്താണ്? നമ്മുടെ രാഷ്ട്രത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയുള്ളതാണ്? അപ്പോൾ നമുക്കറിയാം അല്ലേ, രാഷ്ട്രത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ അല്ലേ. സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോർമൽ സോഷ്യൽ കൺട്രോൾ അല്ലേ, ഔപചാരികമായ സാമൂഹിക നിയന്ത്രണമാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് എങ്ങനെയാണ് ഈ ഒരു സാമൂഹിക നിയന്ത്രണം കൊണ്ടുവരുന്നത്? നിയമങ്ങൾ അല്ലേ, ശിക്ഷകൾ, വിദ്യാഭ്യാസം അല്ലേ, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ് ഒരു സാമൂഹിക നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ പുരാതന സമൂഹങ്ങളിൽ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയിൽ, നമ്മുടെ പഴയകാല സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ പുരാതന സമൂഹങ്ങളിൽ കൂടുതലായിട്ടും വ്യക്തികളെയും സമൂഹത്തെയും ഒക്കെ നിയന്ത്രിച്ചിരുന്നത് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ ആയിരുന്നു. അതായത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മൾ വ്യക്തികളുടെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു പഴയകാല ഒരു സമൂഹത്തിൽ എന്ത് ചെയ്തിരുന്നത്? നമ്മുടെ സൊസൈറ്റിയെ അല്ലെങ്കിൽ വ്യക്തികളെയൊക്കെ എന്ത് ചെയ്തിരുന്നത്? നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? വളരെ സങ്കീർണമാണ് അല്ലേ. ഇപ്പോൾ ട്രഡീഷണൽ സൊസൈറ്റി വളരെ സിമ്പിൾ സൊസൈറ്റി ആയിരുന്നു. എന്നാൽ മോഡേൺ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കോംപ്ലക്സ് ആണ് അല്ലേ, കുറച്ചും കൂടി സങ്കീർണമായ സൊസൈറ്റിയാണ്. അത്തരം സൊസൈറ്റിയിൽ മത്സരങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? മത്സരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സൊസൈറ്റിയിൽ മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് വ്യവസായവൽക്കരണത്തിൻ്റെയും ഇൻഡസ്ട്രിയലൈസേഷൻ്റെയും മോഡേണൈസേഷൻ്റെയും ഒക്കെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് മത്സരങ്ങൾ വരുന്ന സമയത്ത് വെറും ആചാരങ്ങളും വിശ്വാസങ്ങളും മൂല്യങ്ങൾ കൊണ്ട് മാത്രം, അതായത് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് എന്തിൻ്റെ റോൾ നമുക്കുള്ളത്? സ്റ്റേറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഈ ഒരു സാഹചര്യത്തിൽ വളരെ കാര്യമായിട്ട് ഇടപെട്ടുകൊണ്ട് അല്ലേ, നിയമങ്ങളും ശിക്ഷകളും അല്ലേ, പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട്, എഡ്യൂക്കേഷനൊക്കെ കൊടുത്തുകൊണ്ട് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു? ഫോർമലി നമ്മുടെ സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന് എന്തുണ്ട്? വളരെ വലിയൊരു റോളാണ് നമ്മുടെ സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യുന്നതിൽ ഉള്ളത്. അപ്പോൾ ഇത്രയാണ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട രണ്ട് സോഷ്യൽ കൺട്രോൾ: ഫോർമൽ സോഷ്യൽ കൺട്രോൾ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോളിന് അല്ലെങ്കിൽ നമ്മളെ സാമൂഹികമായിട്ടുള്ള നിയന്ത്രണത്തിനെ, സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസികൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഏജൻസി? ഫസ്റ്റ് വൺ ഫാമിലി അല്ലെങ്കിൽ കുടുംബം അല്ലേ, പാരൻസ്. ഇതൊക്കെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒന്നാണ് എന്ത്? ഫാമിലി എന്ന് പറയുന്നത് അല്ലേ. ഫാമിലി പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ഏജന്റ് ആണ്. മറ്റൊന്നാണ് എന്ത്? നൈബർഹുഡ് അല്ലേ, അതായത് നമ്മുടെ അയൽക്കാർ. മറ്റൊന്ന് പബ്ലിക് ഒപ്പീനിയൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട എന്താണ്? നമ്മളെ ഇതിനെ സോഷ്യൽ കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസികളാണ്. ആദ്യത്തെ ഏജൻസി നമുക്ക് നോക്കാം അല്ലേ, ഫാമിലിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻ്റ് ആണ് ആര് എന്ന് പറയുന്നത്? ഫാമിലി. എങ്ങനെയാണ് ഫാമിലി സോഷ്യൽ കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്ക് പറയാം, ഒരു വ്യക്തിയെ
അല്ലെങ്കിൽ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ആർക്ക് പങ്കുണ്ട്? നമ്മൾ ഓരോ ആളുടെയും വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നല്ലൊരു റോള് ആർക്കുണ്ട്? നമ്മുടെ ഫാമിലിക്ക് ഉണ്ട് അല്ലേ? എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കുന്നത്? മൂല്യങ്ങൾ അല്ലേ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കി ഒരു കുട്ടിയെ സാമൂഹ്യവൽക്കരിച്ച് അല്ലേ, അവരുടെ ആ ഒരു കുട്ടിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ നമ്മുടെ പാരൻസിനും അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ഉള്ളത്. പിന്നെ അതേപോലെ നമ്മൾ നമ്മുടെ സൊസൈറ്റിയിൽ ശീലിക്കേണ്ട കുറച്ച് മര്യാദകൾ അല്ലേ, കുറച്ച് ശീലങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, മനോഭാവങ്ങൾ അല്ലേ, ആറ്റിറ്റ്യൂഡ്, ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് പഠിച്ചെടുക്കുന്നത്? ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ സോഷ്യൽ കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻ്റായിട്ട് ആര് നിലനിൽക്കുന്നുണ്ട്? ഫാമിലി നിലനിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് പറയാം, നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അല്ലേ, നമുക്ക് എന്താ നിർണായകമായിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ നമുക്ക് ആരുടെ ഹെൽപ്പ് വേണം? പാരൻസിൻ്റെ ഹെൽപ്പ് ഉണ്ടാവണം അല്ലേ. അതേപോലെ തന്നെ എന്താണ്, മുതിർന്നവരെ ബഹുമാനിക്കുക അല്ലേ, നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങളിൽ അവരും നമ്മളോടൊപ്പം സന്തോഷത്തിൽ പങ്കുചേരുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഫാമിലി നമ്മളോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, നമുക്കെന്താണ്, സോഷ്യൽ കൺട്രോളിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് ആര് വഹിക്കുന്നുണ്ട്? ഫാമിലി വഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിൻ്റാണ് നൈബർഹുഡ്, അയൽക്കാർ. നമ്മുടെ അയൽക്കാർ എങ്ങനെയാണ് സോഷ്യൽ കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് പറയാം, അയൽക്കാർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ തന്നെയാണ് വഹിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്തും നമ്മുടെ അയൽക്കാരെയും കൂടി നമ്മൾ നോക്കും അല്ലേ, അവരെന്ത് കരുതും എന്നുള്ള രീതിയിൽ കൂടി നമ്മൾ ചിന്തിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻ അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഗ്രാമപ്രദേശങ്ങളിലെയും നഗരപ്രദേശങ്ങളുടെയും കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് സ്ഥലങ്ങളുടെയും ആളുകളുടെ എന്താണ്, രണ്ട് സ്ഥലത്തുള്ള ആളുകളുടെ പ്രത്യേകതകൾ രണ്ട് രീതിയിലുള്ളതാണ്. അയൽപ്പക്കം എന്ന് പറയുന്ന സമയത്ത് ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലുള്ള അയൽപ്പക്കം വ്യത്യസ്ത രീതിയിൽ ഉള്ളതാണ്. ഗ്രാമങ്ങളിൽ എങ്ങനെയുള്ള ബന്ധമുള്ളത്? വളരെ നേരിട്ടുള്ളതും അല്ലേ, വളരെ വ്യക്തിപരമായിട്ടുള്ളതും ഫേസ് ടു ഫേസ് ആയിട്ടുള്ളതുമായിട്ടുള്ള ക്ലോസ് റിലേഷൻഷിപ്പാണ് എവിടെ വരുന്നത്? ഗ്രാമപ്രദേശങ്ങളിൽ വരുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ ഒപ്പീനിയൻ വളരെ ഫ്രീ ആയിട്ട് അല്ലേ, നമ്മുടെ ഒപ്പീനിയൻസ് എന്താണോ ആ ഒപ്പീനിയൻ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ തെറ്റുകൾ എന്താണ്, മറ്റുള്ളവരുമായിട്ട് വാദഗതികളിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്, പ്രദേശത്തുള്ള ആളുകളുടെ നൈബേഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണങ്ങളാണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കണം. നെക്സ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, പൊതുജന അഭിപ്രായം അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ. സോഷ്യൽ കൺട്രോളിന് ഹെൽപ്പ് ചെയ്യുന്ന ലാസ്റ്റ് ഏജൻ്റ് ആണ് ഏത് എന്ന് പറയുന്നത്? ഏതാണ്? ഫാമിലി കഴിഞ്ഞു, നൈബർഹുഡ് കഴിഞ്ഞു, നെക്സ്റ്റ് വൺ പബ്ലിക് ഒപ്പീനിയൻ. എന്താണ് പൊതുജന അഭിപ്രായം? നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ, പൊതുജനങ്ങളുടെ അഭിപ്രായം എന്ന്. എന്താണ് ഈ പൊതുജന അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലേ, നമ്മുടെ സമുദായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ, സൊസൈറ്റിയെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്താണ്, ഈ കാര്യങ്ങളിലൊക്കെ ഓരോ വ്യക്തികൾക്കും എന്താണ്, ഓരോ തരത്തിലുള്ള വീക്ഷണമാണുള്ളത് അല്ലേ, ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടാണുള്ളത്. ആ ഒരു കാഴ്ചപ്പാടിന് അല്ലെങ്കിൽ ആ ഒരു വീക്ഷണത്തിന് പറയുന്ന പേരാണെന്ത്? പബ്ലിക് ഒപ്പീനിയൻ. നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ വ്യക്തികൾക്ക് എന്താണ്, അവരുടെ മൊത്തത്തിലുള്ള ഓരോ വ്യക്തികൾക്ക് അല്ലെങ്കിൽ അവരുടെ വ്യക്തികളുടെ മൊത്തത്തിലുള്ള വീക്ഷണത്തിനെ നമ്മൾ എന്ത് പറയുന്നത്? പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ അല്ലേ, ഫിലിംസ്, ഇതൊക്കെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സോഷ്യൽ മീഡിയാസ് അല്ലേ, ഇതൊക്കെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ ഒരു പബ്ലിക് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനുള്ള ഏജൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്കും വഹിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.